ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ലേറ്റ് വ്ളോഗാണ് കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വയ്യായികയൊക്കെ ആയിട്ട് സൗണ്ടൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ അതാണ് ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരികയാണേ. അപ്പം എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് അവിട്ടം. റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ ഊണിൻ്റെ സമയമൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പം അമ്മ ഇവിടെ അടപ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ സദ്യയായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം തിരുവോണത്തിനൊക്കെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഇരിക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസവും നമ്മൾ സദ്യ ഉണ്ടാക്കാറില്ല. സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഡിന്നർ എവിടെയെങ്കിലും കഴിക്കാൻ പോവാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും അച്ഛൻ്റെ പിറന്നാൾ അങ്ങനെയാണ്. അപ്പോൾ ഡിന്നർ വെളിയിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ജസ്റ്റ് ചോറും ചമ്മന്തിയും മുട്ടയൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ അടപ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അടുത്തതിന് കേക്ക് മേടിക്കണം. പട്ടത്ത് സ്ക്വയർ 1 എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഓണത്തിൻ്റെ അവധിയായിരുന്നു എന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കേക്ക് കിട്ടുന്നത് ഈ സ്ക്വയർ 1-ലാണ് കേട്ടോ. അത് ശരിക്കും പക്ക നമ്മുടെ ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ ടേസ്റ്റാണ്. സാധാരണ ബേക്കറിയിൽ നിന്നേക്കാളും ഒക്കെ കുറച്ച് റേറ്റ് കൂടുതല, പക്ഷെ അതിന് വേർത്താണ്. അത്രയും ടേസ്റ്റിയാണ് കേക്ക്സ്. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നുകൊണ്ട് നമ്മളിവിടെ കുമാരപുരത്തുള്ള ഷെഫ്സ് കേക്ക് വേൾഡിൽ വന്നു. ഇതല്ലേ ഇതെടുത്തോളൂ. ഇതിനകത്ത് എഴുതാൻ പറ്റുമോ? ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് എഴുതണം. ആ അപ്പോൾ കേക്കൊക്കെ മേടിച്ചു. ബാക്കി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. Nice and elegant. Yes. Happy birthday. ഇപ്പം നമ്മൾ ഡിന്നറിന് വന്നിരിക്കുകയാണ്. ഇവിടെ ഇമ്പീരിയൽ കിച്ചൻ്റെ പുതിയ റെസ്റ്റോറൻറ്റ് വെൺപാലവട്ടത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1-2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് അവർ ഓപ്പൺ ആയിട്ട്. അപ്പോൾ അവിടെ വന്നതാണ് കേട്ടോ. ഒരു 7:30-8 മണിയായപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പോൾ തന്നെ ഫുള്ളായിരുന്നു. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. എന്നിട്ട് പോലും ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു, അകത്ത് സ്ഥലമില്ലാഞ്ഞിട്ട്. അത്രയും വലുതായിട്ട് പോലും നല്ല തിരക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റി. അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തിയതാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെയും വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ് ആ റെസ്റ്റോറൻറ്റിനകത്തും.
അടുത്ത ദിവസം നമ്മളിവിടെ കനകക്കുന്ന് മ്യൂസിയം ഏരിയയിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പാർക്ക് റീഓപ്പൺ ചെയ്തിട്ടാണ്. റെനോവേഷൻ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ്സ് ഉണ്ടല്ലോ അവിടെ ഓണാഘോഷത്തിൻ്റെ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വന്ന കേട്ടോ. പാർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്, റെനോവേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്, കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓണാഘോഷം കഴിയാനായിട്ട് പിന്നെ ഒരു 1-2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു. നല്ല ഭംഗിയായിരുന്നു, പക്ഷേ നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ അധികം അങ്ങോട്ട് തിരക്ക് കാരണം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ചു പോന്നു. ഇതിപ്പോൾ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിരുന്നു പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. നമ്മൾ കോട്ടയത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് അധികം സാധനങ്ങൾ ഒന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ട്. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. ക്രീം ഒന്നും ഉപയോഗിക്കാതുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ ഒരു 5-6 ബ്രെഡ് എടുക്കുകയാണ്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതോടുകൂടി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് നല്ലത് അത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. പിന്നെ ബ്രെഡിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. അത് പുഡിംഗ് ലെയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ യൂസ് ചെയ്യാം. കറക്റ്റ് അങ്ങനെ ഒരു എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഞാൻ കളയാറില്ല. നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് നന്നായി ചൂടാക്കി സൂക്ഷിച്ചു വയ്ക്കും. ഞാൻ ഇതിന് മുന്നേ ഒരു കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോയിൽ കാണിച്ചില്ലേ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കും. ഇത് ഞാനൊരു 1 മാസം മുന്നേ, ഏകദേശം 1 മാസം മുന്നേ ഉണ്ടാക്കിയൊരു ബ്രെഡ് ക്രംസ് ആണ്. അത് കണ്ടോ, കുപ്പിയിലിട്ട് വെളിയിൽ വെച്ചിരുന്ന കേട്ടോ, ഫ്രിഡ്ജിൽ പോലും വെച്ചില്ല. എന്നിട്ടും കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഒട്ടും കേടാകാതെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്രെഡൊക്കെ സൈഡ് കട്ട് ചെയ്തൊക്കെ മാറ്റി എടുക്കുന്ന സമയത്ത് പൊടിച്ച് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ സമയം കിട്ടുമ്പോഴാണ് എടുത്ത് ബ്രെഡ് ക്രംസ് ആക്കി വെക്കുന്നത്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും. അതായത് ഏത്തപ്പഴമൊക്കെ ഉടച്ച് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്തു വിടുകയൊക്കെ ചെയ്യാം. ആ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ അതിനൊക്കെ ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഈ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരെണ്ണത്തിന് 4 പീസായിട്ട് കട്ട് ചെയ്യുവാണ്. വേണമെങ്കിൽ ഈ കുപ്പിയുടെ അടപ്പൊക്കെ ഉപയോഗിച്ച് ഓരോ ബ്രെഡും ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ പക്ഷേ കുറേ ബ്രെഡ് വേസ്റ്റ് ആവും. അത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിന് ഏറ്റവും നല്ലത് മൈദയുടെ ബ്രെഡ് ഉപയോഗിക്കുന്നതാണ്. വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റ് കുറച്ചൊരു വ്യത്യാസമായിരിക്കും, ഇത്രയും ടേസ്റ്റി ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഇനി ആദ്യം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതാണ് കൂടുതൽ ടേസ്റ്റ്, പുഡിംഗ് അല്ലേ. അപ്പോൾ ആവശ്യത്തിന് ബട്ടർ എടുക്കുക. കറക്റ്റ് ഒരു അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. അത്യാവശ്യം ഇച്ചിരി ബട്ടറിൻ്റെ ടേസ്റ്റ് വരുന്നതാണ് പുഡിങ്ങിനും കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡിൻ്റെ പീസുകളിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് വരണം. അപ്പോഴാണ് പുഡിങ്ങിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ചിലരിത് എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക, മുക്കി പൊരിച്ചെടുക്കും. പക്ഷെ അപ്പോൾ കുറച്ച് നല്ലപോലെ എണ്ണ കുടിക്കും, ബ്രെഡല്ലേ. അപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഒരു സൈഡ് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ഇതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത്
വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി ഉള്ള ബ്രെഡിൻ്റെ പീസുകളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തതിനെ നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു പാനിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് കറക്റ്റ് പാകത്തിനുള്ള മധുരമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പുഡിംഗ് ആകുമ്പോൾ നമ്മൾ തണുപ്പിച്ചും കൂടെ എടുത്തു കഴിയുമ്പോൾ ഒത്തിരി മധുരം, പഞ്ചസാര കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഒരുപാട് കുറവായിട്ട് തോന്നും. അപ്പോൾ ഈ പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരണം. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇത് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പാനി റെഡി ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസുകളുണ്ടല്ലോ, അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. 1-2 ലെയറായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റ് ഒരു പാറ്റേൺ ഒന്നുമില്ല. അപ്പം ഞാൻ എല്ലാ ബ്രെഡ് പീസും ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ആ പഞ്ചസാര പാനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനി ഫുള്ളായിട്ട് ഒഴിക്കാവേ, കാരണം ആദ്യം ഇത്രയും ആവശ്യമില്ലാന്ന് നമുക്ക് തോന്നും. പക്ഷേ ബ്രെഡിൻ്റെ പീസല്ലേ, അപ്പം നന്നായിട്ടത് ഉള്ളിലോട്ട് പിടിക്കും. നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് പിടിച്ചാലേ അവസാനം പുഡിങ് സെറ്റായി കഴിയുമ്പോൾ ഈ ബ്രെഡിൻ്റെ പീസ് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ശരിക്കും വായിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങ് സോഫ്റ്റായിട്ട് ഉണ്ടാവും ബ്രെഡ്. ഓക്കെ, അപ്പോൾ പാനി ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാണ്. ബദാം, പിസ്ത പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ചെറി ഉണ്ടല്ലോ, നമ്മുടെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ചെറി, അത് വേണമെങ്കിലും എടുക്കാം. കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടൊരു ക്രീം ഉണ്ടാക്കണം. ഫ്രഷ് ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പാലും കോൺഫ്ലോറും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സോസാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കവറ് പാല്, അതായത് ഏകദേശം 3 കപ്പ് പാല് വരും, അതൊരു പാനിലോട്ട് ഒഴിച്ചു. അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ലപോലെ ചൂടായി വന്നാൽ മതി. ആ സമയത്ത് വേറൊരു ചെറിയ ബൗളിൽ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രഷ് ക്രീം ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ പാലിൽ കോൺഫ്ലോർ ചേർത്ത് നമ്മളൊരു സോസ് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കട്ടയില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ തിളച്ച് തുടങ്ങി. ആ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ല കേട്ടോ, നിഡോയുടെയും അല്ലെങ്കിൽ എവരിഡേയുടെ ഒക്കെ പാൽപ്പൊടിയില്ലേ നമ്മൾ ചായ ഇടാൻ ഉപയോഗിക്കുന്നത്, അതാണ്. ഇതിനകത്ത് കണ്ടൻസ് മിൽക്കോ ക്രീമോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഈ പാൽപ്പൊടിയുടെ ഒരു ടേസ്റ്റാണ്, അതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കരുത്. ഇനി ഇതിനകത്ത് ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കാം. ജസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഷുഗർ സിറപ്പാണ് മെയിനായിട്ടുള്ള ഈ പുഡിങ്ങിൻ്റെ മധുരം. എന്നാലും ആ സോസിന് ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വാനില എസൻസും കൂടി ഒഴിക്കാവേ. വേറെ ഏതെങ്കിലും ഫ്ലേവറിൽ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം റോസ് വാട്ടർ എസൻസോ പൈനാപ്പിളോ അങ്ങനെ ഏതെങ്കിലും, ഓറഞ്ച് മാംഗോ അങ്ങനെയുള്ളത് ഏതെങ്കിലും ചേർത്താലും മതി. എന്നിട്ട് നമ്മൾ ആ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഒഴിച്ച് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഇളക്കിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. തീ കൂട്ടി വെക്കേണ്ട കേട്ടോ, കാരണം അത് കുറുകി വരുമ്പോഴേക്കും ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ആ സോസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ ഒരുപാട് കട്ടിയായിട്ട് കുറുക്കണ്ട. കസ്റ്റാർഡ് ഒക്കെ കുറുക്കിയെടുക്കത്തില്ലേ, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു രീതിയിൽ കുറുകി വരണം. അത് കഴിഞ്ഞിട്ട് ആ സോസ് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ ബ്രെഡ് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആ സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ അറിയാമല്ലോ. ഓക്കെ, ഈ ഒരു രീതിയിൽ അത്രയും ലൂസ് ആയിരിക്കണം, എന്നാലേ ബ്രെഡിൻ്റെ പീസുകളിലോട്ട് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. പിന്നെ കോൺഫ്ലോർ ആയതുകൊണ്ട് അത് തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രീമി ആവും.
ഓക്കെ, അപ്പോൾ ഇത് ഒത്തിരി ലൂസായി പോയെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇങ്ങനെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഹണിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് സെർവ് ചെയ്ത് നമ്മൾ പുഡിംഗ് സെറ്റ് ആയതിന് ശേഷം കഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോഴേ ചേർക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി നല്ല സെറ്റായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. പുഡിംഗ് ഇപ്പം ചൂടൊക്കെ മാറി. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് തണുത്ത് വരണം, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒത്തിരി സെറ്റ് ആവാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡിയായി. നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഷേപ്പിലൊന്നും നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെ കോൺഫ്ലോർ ആയാലും കുറച്ച് ഒത്തിരി അങ്ങനെ കട്ടിക്കല്ലല്ലോ കുറുക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ആ ബ്രെഡിൻ്റെ പീസുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്ക് ആ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോഴും നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമായി. ഇനി ഇതിനകത്ത് ശരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡിന് പകരം കേക്ക് ഉപയോഗിക്കാവേ. ബട്ടർ കേക്കോ വാനില കേക്കോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ അളവ് കുറച്ചാൽ മതി, മനസ്സിലായോ? അത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് വെച്ചിട്ടും ഇതേ പുഡിങ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.